എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചില്ലി ചീസ് ടോസ്റ്റാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് എടുത്തത്. ഇതിലേക്ക് 2 പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞതും 3 വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതുമാണ് ഇപ്പോൾ ചേർക്കുന്നത്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 2 നുള്ള് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബട്ടർ ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ 30 മിനിറ്റ് മുമ്പ് അതൊന്നെടുത്ത് പുറത്ത് വയ്ക്കണം. അപ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ അത് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ടുണ്ടാവും. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ തയ്യാറാക്കി വെച്ച ബട്ടർ മിക്സ് നമുക്ക് ബ്രെഡ് സ്ലൈസിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ബ്രൗൺ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വൈറ്റ് ബ്രെഡോ ബ്രൗൺ ബ്രെഡോ ഏത് വേണമെങ്കിലും ഇതിനു വേണ്ടി എടുക്കാവുന്നതാണ്. ഈ അളവിൽ ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ 2 ബ്രെഡ് സ്ലൈസസിലേക്കുള്ള ബട്ടർ മിക്സ് ഉണ്ടാവും ഇത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചീസ് കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാനുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മോസറല്ല ചീസാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ചീസ് വേണമെങ്കിലും ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ലെയർ ചീസ് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാകും. ഇതിന് മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സാണ് ഇപ്പോൾ ചേർക്കുന്നത്. ചെറിയൊരു അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്താൽ മതിയാകും. ഇനി ഇത് നമുക്ക് ഒരു ചൂടായ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വലിയ പാനായതുകൊണ്ട് രണ്ടും ഒരുമിച്ച് തന്നെയാണ് വയ്ക്കുന്നത്. ഏറ്റവും ചെറിയ തീയിൽ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഈ ചീസൊന്ന് നന്നായിട്ട് മെൽറ്റായി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് ചെറിയ തീയിലൊന്ന് അടച്ച് വയ്ക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ചീസൊക്കെ ഇപ്പോൾ പാകത്തിന് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചില്ലി ചീസ് ടോസ്റ്റ് ഇവിടെ റെഡിയാകും. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി തന്നാൽ വളരെ നന്നായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്